2026 പാലച്ചിറമാടിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്നത് 2 അപകടം. കണ്ടെയ്നർ ലോറിയും ജനറേറ്റർ വാനുമാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അപകടത്തിൽപ്പെട്ടത്. പാലച്ചിറമാട് മറ്റൊരു വട്ടപ്പാറ വളവാകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. അതേസമയം അപകടത്തിൽ ആർക്കും സാരമായ പരിക്കുകളില്ല. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട പാലച്ചിറമാട്ടിൽ അപകടങ്ങൾ പതിവാവുകയാണ്. ഏതാനും ദിവസങ്ങളായി പ്രദേശവാസികൾ അപകട വാർത്ത അറിഞ്ഞാണ് ഒരു ദിവസത്തെ വരവേൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നാഷണൽ പെർമിറ്റ് ലോറി നിയന്ത്രണം വിട്ട വീടിൻ്റെ മതില് തകർത്ത് അപകടം നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 അപകടങ്ങൾ കൂടി നടന്നിരിക്കുന്നത്. പുതിയ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിൻ്റെ അടിപ്പാതയിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. രാത്രി 2:30 6 മണിയോടടുത്തുമാണ് അപകടം നടന്നത്. പുലർച്ചെ 2:25 ആദ്യ അപകടം നടന്നത്. ഇറങ്ങി വന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു. പിന്നാലെ 3 മണിക്കൂർ പിന്നിട്ട് 5:53 രണ്ടാമത്തെ അപകടം നടന്നത്. ഇതും ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ. ഇറങ്ങി അമിത വേഗതയിലെത്തിയ ജനറേറ്റർ വാന് വളവിൽ മറയുകയായിരുന്നു. ഇറക്കത്തോടുകൂടി വലിയ വളവ് വരുന്നതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സർവീസ് റോഡിൻ്റെ നിർമ്മാണത്തിൽ ശാസ്ത്രീയ പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കൽപ്പകഞ്ചേരി CI കെ സലീം പറഞ്ഞു. റോഡിൻ്റെ ഇതിന് റോഡ് പണിയിൽ എന്തെങ്കിലും ശാസ്ത്രീയമായി എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് മറ്റൊക്കെ പഠിക്കാനുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യും. ഇത് സർവീസ് റോഡും നല്ല വളവുമാണ്. അപ്പം ഭാരവണ്ടികൾ വന്നിട്ട് 3 ആക്സിഡൻ്റായി അടുപ്പിച്ച്. അതെന്താണെന്ന് പഠിച്ചിട്ട് ചെയ്യാം. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 4 ലോറികളാണ് സ്ഥലത്ത് മറിഞ്ഞതെന്നും അശാസ്ത്രീയമായ സർവീസ് റോഡ് നിർമ്മാണവും സ്ഥലത്ത് സൂചനാ ബോർഡുകളും മറ്റും ഇല്ലാത്തതുമാണ് അപകട കാരണമെന്നും പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ പറഞ്ഞു. NHAയുടെ ഇവിടെ പാലച്ചിറമാട് വളവിലുണ്ടായ പാലച്ചിറമാട് വളവിൽ 2 ദിവസത്തിനിടയിൽ 4 ലോറികളാണ് മറിഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിൽ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു ഫാമിലി പാറയിൽ അബൂബക്കർ എന്ന ആളുടെ കുടുംബത്തിൽ അവിടെ വീടിൻ്റെ മുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം ലോറി മറിഞ്ഞത്. ഇന്നലെ രാത്രി പുലർച്ചെ ഇവിടെ ബാരിക്കേഡുമ്പോൾ തട്ടിയത് കൊണ്ട് മാത്രമാണ് അപ്പുറത്തേക്ക് 3 ലോറികൾ മറിയാനുണ്ടായത്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സർവീസ് റോഡിലുണ്ടായ അപാകതയാണ്. ഇവിടെ കറക്റ്റായിട്ടുള്ള സിഗ്നൽ ലൈറ്റുകളോ മറ്റ് അപായ സൂചനകൾ കൊടുക്കുന്ന ഒന്നും മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആവശ്യം ഉന്നയിക്കുന്നത് വെച്ചാൽ പഴയ NH ഉണ്ട് പാലച്ചിറമാട് വളവ്, അത് വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ NH ഉപരോധിച്ചു. PDയുമായി സംസാരിച്ചപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പാലച്ചിറമാട് വളവ് പഴയ റോഡ് ഓപ്പൺ ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ ഉപരോധം അവസാനിപ്പിച്ചത്. ഈ ഫാമിലി പാറയിൽ കുടുംബം അബൂബക്കറിൻ്റെ ഫാമിലി NHന് വീടിൻ്റെ മുഴുവൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി വരെ പരാതി കൊടുത്താണ്. പക്ഷേ അതിൽ തീരുമാനമുണ്ടായിട്ടില്ല. പക്ഷേ ഒരു കുടുംബം ഉറങ്ങാതെ നിൽക്കുകയാണ്. രാത്രി ഉറക്കമില്ല. കാരണം ഏത് സമയത്തും അവരുടെ വീടിൻ്റെ മുകളിലേക്ക് വലിയ വാഹനങ്ങൾ വന്ന് വീഴോ എന്നുള്ള ആശങ്കയിലാണ് ആ ഫാമിലി ജീവിക്കുന്നത്. അതിന് പരിഹാരം കാണണം. അതുപോലെ തന്നെ ഈ സർവീസ് റോഡിലുണ്ടായ അശാസ്ത്രീയത വളരെ പെട്ടെന്ന് പരിഹരിക്കുകയും വേണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസ് ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൈപ്പാസ് ഓപ്പൺ ചെയ്താലും കോട്ടക്കലിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണിത്. ഇതിൽ നിരന്തരം ഇപ്പോൾ ജൂൺ 1 കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ വലിയ ബസ്സുകളും കാര്യങ്ങളും സ്കൂൾ വണ്ടികളൊക്കെ പോകാനുള്ളതാണ്. പക്ഷേ ആ സമയത്ത് അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആവില്ല. ഇപ്പോൾ ലോറി ആകുമ്പോൾ വലിയ രീതിയിൽ അപകടങ്ങൾ ജീവന ഭീഷണിയൊന്നുമില്ല. പക്ഷേ ബസ്സോ മറ്റ് സ്കൂൾ വാഹനങ്ങളൊക്കെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പാലച്ചിറമാട് മറ്റൊരു വട്ടപ്പാറ വളവാകുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ദിനംപ്രതി അപകടങ്ങൾ നടക്കുമ്പോൾ ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സർവീസ് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം അപകടത്തിന് കാരണമെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.